ചേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് ഭയന്നത് സംഭവിച്ചിരിക്കുന്നു. നമ്മളിത് കുറെ നാളായിട്ട് പറയുന്ന സംഭവം തന്നെയാണ്. അപ്പൊ നമ്മളോട് പ്രേക്ഷകർ ചോദിക്കും, നിങ്ങൾ കുറെ നാളായിട്ട് പറയുന്നല്ലോ, എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല എന്ന് ചോദിക്കും. അതായത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചു, പകരച്ചുങ്കം പ്രഖ്യാപിച്ചപ്പോൾ ഈ പകരച്ചുങ്കത്തിന് 6 മാസം മാത്രമാണ് ആയുസ് എന്നുള്ള വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മളും കൊടുത്തതാണ്. കാരണം ഇത് സുപ്രീം കോടതി ഇത് ഇടപെട്ട് ഇത് തടയും എന്നുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ അന്ന് കൊടുത്തത്. അപ്പോൾ ഇതാ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ അധിക തീരുവയും പകരച്ചുങ്കവും റദ്ദാക്കി. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ സുപ്രീം കോടതി റദ്ദാക്കിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അപ്പൊ കോടതിയിൽ നിന്ന് ഈ വിധി ട്രംപ് പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ ട്രംപ് അവിടെ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ വാങ്ങിച്ച പൈസ എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും, അമേരിക്കയുടെ അവസാനമായിരിക്കും ഇനി, ഈ കോടതി ജഡ്ജിമാരൊക്കെ അമേരിക്കയെ നശിപ്പിക്കാനാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ജഡ്ജിമാർക്കെതിരെ നിശിതമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അയാളുടെ സ്വഭാവമാണ്. എന്തായാലും ദേശീയ അടിയന്തരാവസ്ഥകളിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട്, ഇത് ദേശീയ അടിയന്തരാവസ്ഥയിൽ മാത്രം ഉപയോഗിക്കാനുള്ള ആക്ടാണ്. അപ്പൊ ഇതെടുത്തിട്ടാണ് ട്രംപ് എല്ലാ രാജ്യങ്ങൾക്കും പകരച്ചുങ്കം അടിച്ചു കൊടുത്തത്. ഇത് അധികാര പരിധിയുടെ ലംഘനമാണെന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞു. ഏകപക്ഷീയമായിട്ട് നികുതികൾ അടിച്ചേൽപ്പിക്കാൻ പ്രസിഡന്റ് ട്രംപിന് ആരധികാരം കൊടുത്തു എന്ന് കോടതി ചോദിച്ചുകൊണ്ട് കോടതി അടിയന്തര സാമ്പത്തിക സാഹചര്യമൊന്നും ഇപ്പൊ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പകരച്ചുങ്കം റദ്ദാക്കിയത്. അപ്പൊ ഇത് ട്രംപിന് വലിയ തിരിച്ചടിയായി. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഈ വാർത്ത കണ്ടായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ രാവിലെ ആയപ്പോ നമ്മുടെ മാധ്യമങ്ങൾ ഇത് ഇങ്ങനെ വളച്ചൊടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്ന് രാവിലെ നമ്മൾ ഏഷ്യാനെറ്റിൽ നമ്മുടെ പ്രശാന്ത് രഘുവംശം അണ്ണൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ്. ഇന്ത്യക്ക് തീരുവ 10% ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചൊന്ന് ട്രംപിന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഇന്ത്യക്ക് 10% എന്ന്. എടാ, ഇന്നലെ സുപ്രീം കോടതി വിധി വന്നു. ഞാനപ്പോ മനസ്സിൽ വിചാരിക്കും, ഇന്നലെ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. താരിഫ് എല്ലാം അവർ എടുത്തു കളഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി 10% നിൽക്കുന്നില്ല. അതാ ഇപ്പൊ മനോരമ വാർത്ത അടിച്ചിരിക്കുന്ന ഒരു വാർത്ത, ഇനിയിപ്പോ കണ്ടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അവര് കൃത്യമായിട്ട് അവരുടെ വാർത്തയിൽ പറയുന്നുണ്ട് ഇന്ത്യക്ക് ഇനി എത്ര ശതമാനമാണ് താരിഫ് എന്ന്. ഇന്ത്യക്ക് ഇനി തീരുവ 50 അല്ല, 25 അല്ല, 18% അല്ല, വെറും 3%. ഇതാണ് മനോരമയുടെ വാർത്ത. കുഴപ്പിച്ചിട്ട് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം, ഡീലെല്ലാം പൊളിഞ്ഞു. ഇത് നമ്മുടെ മലയാള മനോരമയാണ് പറയുന്നത്. മലയാള മനോരമ നമുക്കറിയാം, ട്രംപിന്റെ മുമ്പിൽ മോദി മുട്ടുകുത്തി കീഴടങ്ങി മുട്ടിലഴിഞ്ഞു എന്നൊക്കെ വാർത്ത കൊടുക്കുന്നതാണ്. നമ്മൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊന്നും വാർത്ത കൊടുക്കരുത്, നല്ല ജേർണലിസ്റ്റുകൾ ആരും ഇല്ലേ, നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും താരിഫ് യുദ്ധം ട്രംപ് തോറ്റു എന്നാണ് മലയാള മനോരമ അടിച്ചിരിക്കുന്നത്. ട്രംപിന്റെ പകരം തീരുവകളിൽ ഭൂരിഭാഗവും US സുപ്രീം കോടതി അസാധുവാക്കിയെങ്കിലും ട്രംപ് പ്രഖ്യാപിച്ച എല്ലാ തീരുവകൾക്കും വിധി ബാധകമല്ല. ഏത് രാജ്യത്തിനായിരുന്നാലും ഇനിയും US എത്തുന്ന സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്ക് ചുമത്തുന്ന 50% തീരുവ തുടരും. വാഹന ഘടകങ്ങൾക്ക് മേൽ ഈടാക്കുന്ന 25% തീരുവയ്ക്കും ഇത് ബാധകമല്ല. അതായത് മേൽപ്പറഞ്ഞവ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്താലും ഇതേ തീരുവ തന്നെ ബാധകം. അതേസമയം സ്മാർട്ട് ഫോണ്, മരുന്ന്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തീരുവ 0 തുടരും. ട്രംപിന്റെ ഇടപെടലോടെ യൂറോപ്യൻ യൂണിയൻ, UK, ജപ്പാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ US ധാരണയിലെത്തിയ വ്യാപാര കരാറുകളിലൊക്കെ സുപ്രീം കോടതി വിധിയോടെ അസാധുവായി എന്നാണ് പറയുന്നത്. അപ്പൊ ട്രംപ് ഡീലെല്ലാം പൊളിഞ്ഞ് ട്രംപ് വട്ടപൂജ്യമായി എന്നാണ് മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായിരിക്കും ട്രംപിന്റെ നീക്കം? ഇയാള് ഇനിയിപ്പോ കോടതിക്കെതിരെ വല്ലതും ചെയ്യാനുള്ള ഇടപാടുണ്ടോ? അത് ഇനി വല്ല അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ മുഴുവൻ കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടോ? നമുക്കറിയായിരുന്നു. കാരണം ഈ കോടതി വിധി വരുന്നതിന് മുമ്പേ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ഗിമിക്സ് കാണിക്കണം. അതുകൊണ്ടാണ് ഇറാനെ ഇപ്പൊ അടിക്കും, നാളെ അടിക്കും, ഈ അടി വന്നു കഴിഞ്ഞാൽ ആ ഒരു പുകമറയിലൂടെ ഇതങ്ങ് ഒലിച്ചു പോയേനെ. പക്ഷെ അതും നടന്നില്ല. ട്രംപ് മൊത്തത്തിൽ തുണിയില്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ, നരേന്ദ്രമോദിക്ക് പ്രത്യേകിച്ചും. എന്തായാലും ഈ സാഹചര്യത്തിൽ ഇനി അമേരിക്കയുടെ നീക്കം എന്തായിരിക്കും, ഇന്ത്യയെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കും? നമുക്ക് 3% താരിഫ് പല ഇതിനുമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അത് നമുക്ക് സന്തോഷം തരുന്ന വകയാണോ, അല്ലെങ്കിൽ ഇതിനുള്ളിൽ ട്രംപ് എന്തെങ്കിലും കൊനിഷ്ടൊപ്പിക്കാൻ സാധ്യതയുണ്ടോ? ചോദിച്ചോട്ടെ, എന്താ തോന്നുന്നു? അല്ല, ഈ ഒരു സാധ്യത മുൻകൂട്ടി ഇതിനും വളരെ വളരെ നാൾക്ക് മുമ്പ് നമ്മൾ ഈ ചാനൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരുപക്ഷെ പ്രേക്ഷകരുടെ അറിവിലേക്ക്, ഈ നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്ന പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാനൊരു 3-4 കാര്യങ്ങൾ പറയാം. പ്രേക്ഷകർ ഒന്ന് പെട്ടെന്ന് ഓർത്തെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് പറയുന്നത്. ഒന്ന്, നമ്മൾ ഈ കരാറ് ഈ ഇന്ത്യ വലിയ തിടുക്കം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഇന്ത്യ അത് തിടുക്കം കാണിക്കാത്തതിന് കാരണം ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷമോ ഇല്ലെങ്കിൽ അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ട്രംപിന്റെ പാർട്ടി തോൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീലിന്റെ ഇന്ത്യയുടെ ബാർഗൈനിങ് കപ്പാസിറ്റി കൂടും. അതുകൊണ്ടാണ് ഇന്ത്യ തിരക്ക് കൂട്ടാത്തത്. അതിനുശേഷം നമ്മുടെ ശ്രീമാൻ അജിത് ഡോവൽ അമേരിക്കയിലെ ഒരു ഉന്നതരുമായി നടത്തിയ ചർച്ചയിൽ ശ്രീമാൻ ഡോവൽ പറഞ്ഞത്, ഞങ്ങൾ ഭരണമാറ്റം വരെ കാത്തിരിക്കാൻ തയ്യാറാണ്. അതായത് ട്രംപ് അധികാരത്തിൽ നിന്ന് പോകുന്നവരെ കാത്തിരിക്കാൻ തയ്യാറാണ്, അത് കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഒപ്പിട്ടാൽ മതി, ഞങ്ങൾക്ക് തിരക്കില്ല എന്ന് പറഞ്ഞതും ഇന്ത്യ വ്യക്തമായ ഇതിൽ തന്നെയായിരുന്നു. അത് 3-ാമത്തെ കാര്യം,
ഈ ട്രംപ് കടന്ന് പുകലൊപ്പിച്ചപ്പോഴൊക്കെ അന്ന് തൊട്ട് ഇന്ന് വരെ ശ്രീമാൻ നരേന്ദ്രമോദി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞിട്ട് ട്രംപിന് എന്താ മറുപടി കൊടുക്കുക, ട്രംപിന് മറുപടി കൊടുക്കാതിരിക്കുകയാണ് മോദിക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല, രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെയുള്ള മറുപടി, കാരണം ഓരോ സമയത്ത് ഓരോ പ്രസ്താവന നടന്നു എന്ന് ചോദിച്ചിരുന്നു. റഷ്യയുടെ എണ്ണ നിർത്തിയോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് ഇന്ത്യ അല്ല, പകരം റഷ്യയുടെ സർജലിവോ പറഞ്ഞത് ട്രംപിന് മാത്രമേ അറിയത്തുള്ളൂ എണ്ണ നിർത്തിയ കാര്യം, ഞങ്ങൾക്കും ഇന്ത്യക്കും അറിയത്തില്ല, മോദിക്കും അറിയത്തില്ല, പുടിനും അറിയത്തില്ല എന്ന് പറഞ്ഞ് ട്രോളി വിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇതിനിടയിലാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാർ അമേരിക്കയിലുണ്ട്. നാളെ മറ്റന്നാൾ 23-ാം തീയതി വ്യാപാര കരാറിന്റെ കരട് ചർച്ച ചെയ്യുകയാണ്. ഈ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യ പറഞ്ഞത് ഏപ്രിലില് മാർച്ച് അവസാനം ഒപ്പിടുമെന്ന് പറഞ്ഞ കരാറാണ്. ഇന്ത്യ പറഞ്ഞു ഏപ്രിൽ, അതായത് സുപ്രീം കോടതി വിധി വന്നിട്ടില്ലായിരുന്നു എന്ന് ഓർക്കണം. ഏപ്രിലോടുകൂടി ഞങ്ങൾ ഇന്ത്യ, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഒരു ഫ്രീ ട്രേഡിംഗ് കരാർ ഒപ്പിടുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട വാക്കാണ്. അമേരിക്ക അല്ല അവിടെ ഹൈലൈറ്റ് ചെയ്തത്, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, അമേരിക്കയുമായിട്ടും ഒരു കരാർ ഒപ്പിടാൻ ഞങ്ങൾ ഏപ്രിൽ ആലോചിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ബാർഗനിങ് കപ്പാസിറ്റി ഇന്ത്യക്കാണ് കൂടി. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ധനുഷ് ഇതിനകത്ത്. ഒന്ന്, നേരത്തെ ട്രംപ് ഇതിനെ ഭയക്കുന്ന എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് വളരെ കൗതുകകരമായ കാര്യമുണ്ട് കേട്ടോ, അതുകൂടെ പ്രേക്ഷകർ പറയുകയാണ്. ഒന്ന്, ട്രംപ് നിയമിച്ച ജഡ്ജിമാരായത്, ഇത് പുറത്തുനിന്ന് വേറെ അല്ല ഒന്നത്. എന്താ അറിയാമോ ബിജുചേട്ടാ, ആ ജഡ്ജിമാരെ കുറിച്ച് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലജ്ജയില്ലാത്തവർ. സുപ്രീം കോടതിയിലെ ചില ലജ്ജയില്ലാത്ത ജഡ്ജിമാരുടെ നാണം കെട്ട വിധിയാണിത്. രാജ്യ താല്പര്യം മുൻനിർത്തി തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഈ ജഡ്ജിമാരെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ സുപ്രീം കോടതി ഇതിനൊക്കെ അതീതമാണല്ലോ, അപ്പൊ അത് നിയമിച്ചതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഇന്ത്യൻ കുടിയേറ്റക്കാരൻ, അത് അമേരിക്കൻ സിറ്റിസൺ ആണ്, നിർത്തിയാൽ എന്ന് പറയുന്ന ഒരു അഭിഭാഷകനാണ് ഘോരഘോരം ഈ താരിഫിനെതിരെ വാദിച്ചത് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ഇന്ത്യയിൽ നിന്നടക്കം 2 കമ്പനികൾ, അങ്ങനെ 12 കമ്പനികളുടെ ഹർജിയാണ് ഇപ്പൊ പരിഗണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇത് ട്രംപ് പറഞ്ഞത് കാര്യം ശരിയാണ്. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടി എടുക്കുന്ന നിലപാടുകളോട് എന്നും യോജിപ്പുള്ള ഒരു മാധ്യമ സ്ഥാപനം തന്നെയാണ് നമ്മളുള്ളത്. നമ്മൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ അയാളെ ഇപ്പൊ എല്ലാ രാജ്യവും ഇപ്പൊ ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം അധികാരത്തിൽ കയറിയ എന്താണ് പറഞ്ഞത് പ്രധാനമന്ത്രി, ഫസ്റ്റ് ബംഗ്ലാദേശ് ഈസ് ഫസ്റ്റ്, അതിനെ ഗ്രേറ്റ് ആക്കുക, ബംഗ്ലാദേശിനെ ഗ്രേറ്റ് ആക്കുക, അതെല്ലാ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെയും അതിനു വേണ്ടിയിട്ട് ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ ട്രംപ് ചെയ്യുന്നതിന്റെ രീതികളാണ് വ്യത്യാസപ്പെടുന്നത്. കാരണം ഇരിക്കുന്നതിന് മുമ്പ് കാല് കിട്ടുന്നതുകൊണ്ടാണ് ഈ വരുന്ന അബദ്ധങ്ങളൊക്കെ. അയാളുടെ രാജ്യത്തിന് സാമ്പത്തികം ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യം തന്നെ, അത് ഓരോ രാജ്യത്തിന്റെ ഭരണാധികാരി ചിന്തിക്കുന്നതന്നെയാണ്. ഇവിടെ ഈ $175 ബില്യൺ തിരിച്ചു കൊടുക്കേണ്ടി വരും അധികമായി ചുമത്തിയത്. ഇപ്പൊ ഇന്നത്തെ സുപ്രീം കോടതി വിധിയിൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ എക്സ്ട്രാ താരിഫ്, അതായത് ഈ പകരച്ചുങ്കം ഏർപ്പെടുത്താൻ അധികാരമില്ല ട്രംപിന്. അതായത് ഇന്ത്യക്ക് 25% താരിഫ് ആദ്യം ചുമത്തി, പിന്നീട് 25% താരിഫ് പിഴച്ചുങ്കമായിരുന്നു. പിഴച്ചുങ്കം ഏർപ്പെടുത്താൻ ട്രംപിന് അധികാരമില്ല എന്നാണ് ഇന്നലെ കോടതി വിധിയിൽ പറയുന്നത്. മറ്റൊരു കാര്യം, എണ്ണ അടക്കമുള്ള വിഷയത്തിൽ ഇടപെടാൻ ട്രംപിന് അധികാരമില്ല എന്നുകൂടി ആ വിധിയിൽ പറയുന്നുണ്ട്. അതായത് ഒരു രാജ്യത്തിന്റെ, ഞാൻ ഇത് നേരത്തെ തന്നെ മിനിഞ്ഞാന്ന് 4-ാം നാളെ നമ്മൾ പറഞ്ഞു, ഒരു റെഡ് ലൈനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തിരുന്നു, ധനുഷ്യൻ ഓർക്കുന്നുണ്ടാവും. അതായത് ഓരോ രാജ്യത്തിനും ഒരു റെഡ് ലൈൻ ഉണ്ട്. അതായത് നമ്മുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല. അത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാം. ഇവിടെ ആകെ അറിയാൻ ട്രംപിനെ അനുകൂലിക്കുന്ന ഇവിടുത്തെ ചില മാധ്യമങ്ങൾക്ക് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ ഈ ലോകത്ത് ട്രംപ് പറയുന്ന കാര്യം ആകെ പുള്ളിയുടെ ഭാര്യയും മക്കളും പോലും ഒന്നും വിശ്വസിക്കാറില്ല. ആകെ വിശ്വസിക്കുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങൾ മാത്രമാണ്. ട്രംപ് അത് പറഞ്ഞു, ട്രംപ് ഇത് പറഞ്ഞു എന്നുള്ളത്. അവിടെ ആരും അത് നമ്പാറില്ല. കാരണം ട്രംപിന്റെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ രാത്രി സംഭവിച്ചത് എന്താണ്? ഞങ്ങൾ താരിഫ് എടുത്ത് കളഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ ഇദ്ദേഹം ഒരു പ്രസംഗവുമായിട്ട് രംഗത്തെത്തി. പിന്നെ ഈ പറയുന്ന അഭിഭാഷകരെ, ഈ ജഡ്ജിമാരെ എല്ലാം ചീത്ത വിളിക്കുന്നു. ഒക്കെ നോർമൽ, സ്വാഭാവികം. അതിനുശേഷം അദ്ദേഹം പറഞ്ഞെന്താണ്, ഞാൻ ഈ താരിഫ് ഏർപ്പെടുത്തില്ലായിരുന്നു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണവ യുദ്ധം ഉണ്ടാകുമായിരുന്നു, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നിർത്തിയത് എന്റെ താരിഫിന്റെ. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം നിർത്തിയതിനു ശേഷമാണല്ലോ ശ്രീമാൻ ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തിയത്. ട്രംപ് പറഞ്ഞിട്ടാണ് ഇന്ത്യ യുദ്ധം നിർത്തിയെങ്കിൽ താരിഫ് ചുമത്താതിരിക്കുകയല്ലേ വേണ്ടത്. റഷ്യയിൽ എണ്ണ വാങ്ങുന്നത് പിന്നെയും കൂടി 25% കൂടി അടിച്ചു തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുമായിട്ട് സോഫ്റ്റ് കോർണറിൽ പോവുകയും പാകിസ്ഥാന് വാരിക്കോരി കൊടുക്കുകയും അല്ലായിരുന്നോ ചെയ്യേണ്ടത്? ഇല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും തരികയില്ല. ഇത് രണ്ടും ചെയ്തിട്ടില്ല. ഇന്നലെയും ഇദ്ദേഹമായി താങ്ങിയതിനു ശേഷം പുള്ളി പെട്ടെന്ന് മലക്കം പറഞ്ഞിട്ട് പറഞ്ഞു 10% എല്ലാവർക്കും എക്സ്ട്രാ താരിഫ് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. എല്ലാ രാജ്യങ്ങൾക്കും ഞാൻ 10% എക്സ്ട്രാ താരിഫ്. അപ്പൊ വീണ്ടും കൺഫ്യൂഷനായി. ഈ 18 10 28 ഇന്ത്യയുടെ താരിഫ് എന്ന് തലത് മുന്നാക്കിയിരിക്കുമ്പോൾ വീണ്ടും മലക്കം പറഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല 10% താരിഫ് ഞങ്ങളുമായി കരാർ ഒപ്പിട്ടുള്ള രാജ്യങ്ങൾക്കും. പക്ഷെ ഇന്ത്യ കരാർ ഒപ്പിട്ടിട്ടില്ല. അപ്പം കരാർ ഒപ്പിടാൻ പോകുന്ന രാജ്യങ്ങൾക്കുമൊക്കെ 10% മാത്രം. ഈ 10% താരിഫ് ട്രംപ് ഏർപ്പെടുത്തുന്നതിന് ട്രംപിന് റൈറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ അവരുടെ ഭരണഘടന അനുസരിച്ച് അധികാരമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത് പക്ഷെ കേവലം 5 മാസത്തേക്കേ ഉള്ളൂ.
അപ്പോഴാണ് ഇപ്പൊ ഈ 3% മനോരമ ഹെഡിങ് വെച്ച് എന്താണെന്നറിയാവോ? അത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയുടെ ചർച്ച 23-ാം തീയതി അമേരിക്കയിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട് ഈ വ്യാപാര കരാർ. ഇന്ത്യ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ചെയ്യാൻ പോകുന്ന കാര്യം 55 ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് മുമ്പ് അമേരിക്കയിലേക്ക് അയറ്റിയിരുന്ന 55 ഉൽപ്പന്നങ്ങൾക്ക് 3%, 4% താരിഫായിരുന്നു. അത് വേണം, ആ താരിഫ് ഞങ്ങൾക്ക് തരണം എന്നാണ് ഇന്ത്യയുടെ ഡിമാൻഡ്. ഇപ്പോൾ ഇന്ത്യ അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് 55 ഉൽപ്പന്നങ്ങൾക്ക്. ബാക്കിയുള്ളതിന് 18 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ എന്നുള്ള രീതിയിലേക്ക് ആ 18 താക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അല്ലാതെ മനോരമ കണ്ടുപിടുത്തമല്ല 3% എന്നുള്ളത്. ഇന്ത്യയുടെ ഡിമാൻഡാണ് 55 ഉൽപ്പന്നങ്ങൾക്ക് 3-4% നേരത്തെ ഉണ്ടായിരുന്നതാണ്. ആ താരിഫ് തന്നെ നിലനിർത്തണം. ഇവിടെ ഒരു പ്രശ്നം എന്താണ് ട്രംപിന് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളെ ഈ ട്രംപ് ഈ താരിഫ് പ്രഖ്യാപിച്ചപ്പോഴും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ കയറിപ്പോയിരുന്നു. അതായത് ഈ വലിയ താരിഫിൽ തന്നെ കയറിപ്പോയിരുന്നു. ആ അധികമായി വാങ്ങിയ തുക തിരിച്ചു തരണം. തിരിച്ചു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു തരാൻ പറ്റില്ല. കാരണം അത് ഒരു രാജ്യത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ അതിന്റെ ഒരു നിയമ പോരാട്ടം നടക്കും കോടതിയിൽ. അതിന്റെ നിയമ പോരാട്ടം ടൈം എടുക്കും. ഒരുപാട് ടൈം എടുത്തിട്ട് മാത്രമാണ് ആ തുക തിരിച്ചു കിട്ടുന്നത്. ഇവിടെ ട്രംപ് ചെയ്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, ലളിതമായി പറഞ്ഞു തന്നാൽ, ഞാനും ധനുഷും തമ്മിൽ ഒരു കരാർ സംസാരിക്കുകയാണിരുന്നു. അപ്പം ഒരു കരാർ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, ചില കാര്യങ്ങൾ നമ്മൾ എഗ്രിമെന്റ് ആയി. അപ്പോഴാണ് സുപ്രീം കോടതി വിധി വന്നത്, എനിക്ക് ഈ താരിഫ് ഒന്നും ചുമത്താൻ അധികാരമില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ധനുഷ് പിടിമുറുക്കും, ഇനി പലതും അംഗീകരിക്കത്തില്ല, താരിഫ് ഇനിയും കുറയ്ക്കാം. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ എടുത്ത വൈകി ഞാൻ ധനുഷിനടുത്ത് പറഞ്ഞു, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയൊന്നുമില്ല, 10% തന്നാൽ മതി എന്ന് പറയുന്നു. അപ്പൊ 18-ലാണ് നമ്മൾ ചർച്ച നടക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരമൊന്നുമില്ല, 10 ഉറപ്പിക്കാന്ന് പറയുന്നു. അപ്പോഴും ധനുഷ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ പണി പാളും. അപ്പൊ നമ്മൾ പറയുന്നത് പിന്നെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ എനിക്ക് ഒരു 3% കൂടെ ആക്കി തരാം. ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷെ ഇതിന് ക്രെഡിബിലിറ്റി ഇല്ല ഇന്ത്യ കണക്കൊരു. കാരണം നമ്മളൊരു കരാർ ഒരു രാജ്യവുമായി ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ദീർഘകാല അടിസ്ഥാനത്തില്ല. ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ 6 to 1 year ആണ് ആ കരാർ ഇംപ്ലിമെന്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അല്ലാതെ ഇന്ന് കരാർ ഇട്ടിട്ട് നാളെ ഇവിടുന്ന് കയറ്റുമതി, അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ഇല്ല. നമ്മുടെ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മളൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാർ 6 മാസം കഴിഞ്ഞാൽ ആ കരാർ തന്നെ പൂർണ്ണമാകും. അതിന്റെ ഈ നിയമപരമായ വശങ്ങൾ, ചട്ടക്കൂടുകൾ എല്ലാം തന്നെ 6 മാസം ആകണം. അതായത് 1 year എങ്കിലും ആകണം നമുക്ക് ഈ പരിപാടികളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട്. ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ പോളിസി പ്രധാനമന്ത്രി വിശദീകരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് $3 trillion ആക്കുക കയറ്റുമതി എന്നുള്ളതാണ് ഇപ്പോൾ ഉടനടി നമ്മൾ ഇത് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങള്, ഒപ്പം തന്നെ നമ്മൾ എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം നമ്മൾ ഇറക്കുമതി തരുന്ന രാജ്യങ്ങൾ, ഇപ്പം നമ്മുടെ ഒരു പോളിസി അങ്ങനെയാണ്. ഇപ്പം അവിടെ നിന്ന് എന്തെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങൾക്ക് വ്യാപാര കമ്മി പറ്റില്ല, അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് ചെയ്യും. ഇപ്പൊ ചൈനയിലേക്ക് നമ്മൾ വലിയ രീതിയിൽ കയറ്റുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം മുമ്പെന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി മാത്രമേ ഉള്ളായിരുന്നു, നമുക്ക് കയറ്റുമതി നാമമാത്രമായതേ ഉള്ളൂ. അപ്പൊ വ്യാപാര കമ്മി കൂടുതലാണ്. അത് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഈ ഈക്വൽ എന്ന് അല്ലെങ്കിൽ പോലും നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ വേണ്ടേ, നിങ്ങളുടെ സാധനം മേടിക്കുമ്പോൾ ഞങ്ങളുടെയും കൂടെ വാങ്ങേണ്ടി വരും. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഡീലായിരിക്കും വരുന്നത്. ഇപ്പൊ എന്തായാലും 23-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പൊന്നുമില്ല ഇന്ത്യ അമേരിക്ക വ്യാപാരം. ട്രംപിനെ സംബന്ധിച്ച് ഇനിയുള്ളത് ഉപതെരഞ്ഞെടുപ്പാണ് അമേരിക്ക നടക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിനുമായിട്ട് ഒരു കരടെങ്കിലും ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ ഇലക്ഷന് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം സുപ്രീം കോടതിയുടെ തിരിച്ചടി വന്നു. ഇപ്പൊ നടന്ന ഇലക്ഷന് ട്രംപിന്റെ ഈ പ്രചരണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ന്യൂയോർക്കിൽ മംദാനി വന്നു. ഇതെല്ലാം വന്നു നിൽക്കുന്ന അവസരം ഇവിടെ തോറ്റു കഴിഞ്ഞാൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ട്രംപ് രാജിവെക്കുക എന്നുള്ളതല്ല. ട്രംപ് തോറ്റു കഴിഞ്ഞാൽ, ഈ ട്രംപിന്റെ പാർട്ടി തോറ്റു കഴിഞ്ഞാൽ എതിരാളികൾക്ക് മേൽക്കൈ കിട്ടും സഭയിൽ. അതായത് ഇവരുടെ പാർലമെന്റിൽ മേൽക്കൈ കിട്ടുകയും ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇംപീച്ച്മെന്റ് നേരിടുക എന്ന് പറഞ്ഞാൽ ഒരു നാണം കെട്ടിരിക്കുക എന്നൊരു അവസ്ഥയാണ്. അധികാരം പോകുന്നതല്ല, ഒരു നാണം കെട്ട അവസ്ഥ. ഇതിന് മുമ്പ് ഇംപീച്ച് ചെയ്തൊരു വ്യക്തിയുണ്ട്, ശ്രീമാൻ ബിൽ ക്ലിന്റനെ അവിടെ ഇംപീച്ച് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാ പെണ്ണ് കേസായിരുന്നു. അത് മറ്റേ മോണിക്ക ലെവൻസ്കി ഒരു വളരെ കേസ്, അത് വേറെ കേസ്. ഇത് അങ്ങനെയല്ല, ഇത് ആ കേസല്ല. ഇത് അത് അവരുടെ ഒരു അവരുടെ ഭരണഘടനയ്ക്കും ആത്മാഭിമാനം. കാരണം അത് പെണ്ണ് കേസാണെങ്കിൽ അത് പ്രശ്നമില്ലായിരുന്നു, അത് അവരുടെ വൈറ്റ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അത് കേസ്. അപ്പൊ അതാണ് എന്റെ വിഷയം. അതാണ് ആ കേസിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗം അതായിരുന്നു. കാരണം ഒരു ഭരണസ്ഥിരാകേന്ദ്രത്തിൽ വെച്ച് പീഡിപ്പിക്കാതെ, പുറത്തായിരുന്നെങ്കിൽ അവരുടെ വിഷയമല്ലായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല കേസ്. ഇവിടെ പെണ്ണ് കേസല്ല പ്രശ്നം. ഇവിടെ മൊത്തത്തിൽ വലിയ പേടി സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ ഇംപീച്ച്മെന്റ് തന്നെയാണ് എന്നുള്ളതാണ്. ആണ്. അപ്പൊ ഇന്ത്യ, എനിക്ക് തോന്നുന്നത് ഇനി വെയിറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ കാത്തിരുന്ന ഒരു അവസരം ഈ പറയുന്ന സുപ്രീം കോടതി വിധിയാണ്. രണ്ടാമത്തെ അവസരം ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. എനിക്ക് തോന്നുന്നു ആ ഉപതെരഞ്ഞെടുപ്പ് വരെ ഇന്ത്യ വെയിറ്റ് ചെയ്യും. കാരണം ഉപതെരഞ്ഞെടുപ്പിന് ഇദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ക്ഷീണം പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബാർഗൈനിങ് കപ്പാസിറ്റി കൊടുക്കും. കാരണം നമുക്കിപ്പോൾ തിരക്കില്ല. അതാണ് അജിത് ഡോവൽ അന്ന് പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ ഭരണം മാറുന്നവരെ കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാർ. കാരണം നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളുമായിട്ട് ഡീലുകളായി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് ട്രംപിനെ സംബന്ധിച്ച് ഇപ്പൊ എടാപിടിയുന്ന ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇലക്ഷന് പോകുമ്പോൾ പറയാം, ഞാൻ കണ്ട അവന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ട്
ഒരു കരാർ റെഡിയാക്കിയില്ലെങ്കിൽ ഞമ്മരെ കൊന്നുകളയും എന്ന് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ ഈ കരാറിന്റെ ഇത്. ഇനി പിന്നെ ഇതുവരെ ട്രംപിന്റെ അനുകൂലികൾ ഇത് വിശ്വസിക്കില്ലോ എന്ന് അറിയത്തില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യം ഇതാണ്.